കാളി ദാരിക യുദ്ധത്തിന്റെ നേർക്കാഴ്ച കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം സമാപിച്ചു. കാളിയെ പേടിച്ചോടി ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിലാണ് പൂരത്തിന് സമാപനം. ഞായർ രാവിലെ പ്രതീകാത്മക ദാരിക വധത്തോടെയാണ് കാട്ടകാമ്പാൽ പൂരത്തിന് സമാപനം. പൂര ദിവസമായ ശനി രാവിലെ വിശേഷ പൂജകൾക്ക് ശേഷം ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. യുദ്ധത്തിന് വിഘ്നം സംഭവിക്കാതിരിക്കാൻ ഗണപതിക്കിടൽ ചടങ്ങ് നടത്തി. ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ദേശം ചുറ്റി വൈകിട്ട് ക്ഷേത്രത്തിൽ പരിസരത്ത് ആനകൾ അണിനിരന്നു. 30ഓളം ആനകൾ കൂട്ടിയെഴുന്നള്ളിപ്പിനെത്തി. തുടർന്ന് ആദ്യം ദാരികയും പിന്നീട് കാളിയും ക്ഷേത്രത്തിലിറങ്ങി. ദാരികനെ തേടി പൂരപ്പറമ്പിൽ ഓടി നടന്ന കാളി കാണികളെ ഭയപ്പെടുത്തി. ഒടുവിൽ തേരിലേറി മതിലകത്തേക്ക് പട നയിച്ച കാളിയും ദാരികയും ആദ്യം ആംഗ്യത്തിലും പിന്നീട് വാക്പോര് നടത്തിയും യുദ്ധത്തിന് തുടക്കമിട്ടു. കാളിയെ പേടിച്ച് ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിച്ചു. ഞായർ പുലർച്ചെ പാലക്കൽ കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികനും പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി തേരിലേറി മതിലകത്തേക്ക് നീങ്ങുന്ന കാളിയും ദാരികയും ആദ്യം വാക്പോര് നടത്തും. കാളിയെ പേടിച്ചോടി ഒളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങുന്നതോടുകൂടിയാണ് പൂരത്തിന് സമാപനം. Gracias.